വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 24-ാം തീയതി ജൂലൈ മാസം 2025 രാവിലെ 6:44 ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ ഇന്നത്തെ കാര്യം നോക്കുന്നതിന് മുന്നേ ഇന്നലെ നിഫ്റ്റിയിൽ എങ്ങനെയാണ് നടന്നത്, നമ്മുടെ റിവ്യൂ രാവിലെ നമ്മുടെ അനാലിസിസ് എന്തായിരുന്നു. നമ്മുടെ അനാലിസിസ് വളരെ ക്ലിയർ ആയിരുന്നു. നിങ്ങൾ വീഡിയോ വെറും 4 മിനിറ്റേ ഉള്ളൂ. ആ 4 മിനിറ്റ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ നോക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എൻട്രി എന്നുള്ളത്. അതിനകത്ത് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ലെവൽ നമ്മൾ പറഞ്ഞ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കൂടെ നിങ്ങൾ റെഗുലറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ നോക്കണം, എങ്ങനെ ലൈവ് മാർക്കറ്റിൽ നോക്കണം എന്ന് പറഞ്ഞ വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നലത്തെ റിവ്യൂവിൽ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു 25,100 താഴെയാണ് എന്നുണ്ടെങ്കിൽ താഴെയും മുകളിലും ആയിരിക്കും നിഫ്റ്റിയുടെ മൂമെൻറ്റം. എന്നിട്ട് നമ്മൾ പറഞ്ഞു മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് വൺ സൈഡ് മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻ്റ് പറഞ്ഞിരുന്നു 25,165 എന്ന് പറഞ്ഞ ലെവൽ. ആ ലെവല് ഇതുണ്ടോ, ഞാൻ ഈ രാവിലെ 9:15 തുടങ്ങിയ മാർക്കറ്റ് ആ ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് സമയമെടുത്തത് 11:45. 11:45 ശേഷമാണ് ആ ലെവല് 165, ഇവിടെയാണ് 25,165 എന്ന് പറഞ്ഞ ഈ ലെവല്, 165 എന്ന ഈ ലെവല് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടാനായിട്ട് അതിന് 11:45. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ടഫാണ്, പക്ഷേ അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ അടുത്ത ലെവൽ നമ്മൾ മുകളിലോട്ട് പറഞ്ഞിരുന്നു. എന്താണ് 25, അതായത് 25,165 ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും 25 നമുക്ക് എവിടെയാണ് 250, 255 അവിടെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എക്സാക്ട്ലി ആ റെസിസ്റ്റൻറ്റിൽ വന്ന് നിഫ്റ്റി സ്റ്റോപ്പ് ചെയ്യുകയും, അതായത് അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു വൺ സൈഡ് മൂവ് മുകളിലോട്ട് നമുക്ക് ഇന്നലെ കാണാനും പറ്റി. അതിനകത്ത് എത്ര പേര് ഇന്നലെ പറഞ്ഞ 60-നും 65-നും ഇടയ്ക്കാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ പറയുക. എന്നിട്ട് രാവിലെ മുതൽ ഈ ലെവലിൽ ഉള്ള സ്ട്രൈക്ക് പ്രൈസസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് നിങ്ങൾ ഇന്നലെ കണ്ടില്ലെങ്കിൽ ഇന്ന് പോയിട്ട് ആ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഈ റേഞ്ചിലുള്ള, അതായത് 25,100 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക്, അല്ലെങ്കിൽ 25,200 എന്ന് പറഞ്ഞ 150 എന്ന് പറയുന്ന ആ സ്ട്രൈക്ക് എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്, ആ POC എത്രത്തോളം വർക്കായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്ക് വരുന്നത് ഏകദേശം 30-നും 35 രൂപയ്ക്കും ഇടയ്ക്കാണ് നമ്മൾ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ വരുന്നത്. ഇതാണ് ലെവല്. ഈ ലെവലിനകത്ത് കഴിഞ്ഞുകൂടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം വെച്ചാൽ ഇന്ന് വീക്ക്ലി കോൺട്രാക്റ്റ് തീരുന്ന സമയമാണ്. വീക്ക്ലി കോൺട്രാക്റ്റ് തീരുന്ന സമയമാണ്. സോ നമ്മുടെ അന്ന് കൊടുത്ത, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ വീക്ക്ലി ആർ റെസിസ്റ്റൻറ്റും വീക്ക്ലി എസ് സപ്പോർട്ടും ഇതിനകത്താണ് ഓപ്ഷൻ സെല്ലേഴ്സ് നിർത്തി അവർ ലാഭം കൊയ്തത്. അവരുടെ റേഞ്ച് ഉണ്ടോ, അവരുടെ റേഞ്ച് അവർ ക്ലിയറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ചിനകത്ത് അവർ നിർത്തി, ഈ റേഞ്ചിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർ ലാഭത്തിലാണ് എന്ന് നോക്കുക. ഈ ഓപ്ഷൻ സെല്ലേഴ്സ് പ്രോഫിറ്റിലാണ്, കറക്റ്റായിട്ട് ചെയ്ത ആൾക്കാർ പ്രോഫിറ്റിലാണെന്ന് മനസ്സിലാക്കുക. സോ ഇതാണ് ഇന്നത്തെ റേഞ്ച് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.